ഹലോ, ഇത് നബിദിനത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്കിതുവരെ വീഡിയോ ഇതിലേക്ക് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഒഴിവ് കിട്ടിയത്. അപ്പോൾ അതാ നബിദിനത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കേണ്ട ദഫ് മുട്ടും ജാതിക്ക് വന്ന കുട്ടികൾക്കുള്ള ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുക്കാൻ കേട്ടോ. ഞങ്ങളെ വീട്ടിലല്ല, ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലത്തെ ബാൽക്കണിയിൽ പോയിട്ടാണ് ഈ പിന്നെ ദഫ്മുട്ടിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ശരിക്കൊരു ക്ലിയർ ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ദഫൊക്കെ മുട്ടലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി പോണതാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അതാ എല്ലാവരും പോവുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ. ജാതിയൊക്കെ പോകുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അവർ എല്ലാ വീടുകളിൽ കൂടിയല്ല, ചില വീടുകളിൽ കൂടി കയറിങ്ങാണ്ട് ഇങ്ങനെ ചായയും ബിസ്ക്കറ്റ് പായസം അങ്ങനത്തെ ഒക്കെ കുടിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ജാഥ വരിയായിട്ട് ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ട് പോണ കാണാൻ തന്നെ വല്ലാത്തൊരു രസമാണ് കേട്ടോ പാട്ടൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിക്കന്ന് കിട്ടിയതാ ചോറും ഇങ്ങനത്തെ നെയ്ച്ചോറും പിന്നെ പപ്പടം ഞാൻ പൊരിച്ചതാണ് കേട്ടോ. നെയ്ച്ചോറും കറി ഉണ്ടാവില്ല, ബീഫും കുമ്പളങ്ങ പിന്നെ എല്ലാതും ഇട്ടിട്ടുള്ള കറി ഉണ്ടാകുമല്ലോ, അതൊക്കെ ഇട്ടുള്ള ചോറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൂള വായക്ക അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടുള്ള കറിയില്ലേ, അതിൽ നിന്നിട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാനിട്ട് ഞാൻ എൻ്റെ പാത്രത്തിൽ ഇടുകയാണ്. ഇതാണ് കേട്ടോ കിട്ടിയ ചോറും പിന്നെ കറിയും കേട്ടോ. അപ്പോൾ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്രക്കും ഇഷ്ടമാണ്, പറയാൻ പറ്റില്ല. ആ ഒരു കൂട്ടി വെക്കണ ആ കറി ഉണ്ടല്ലോ, അതും ഈ ഒരു ചോറും എനിക്ക് ബിരിയാണിയിലേറെ ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ അങ്ങനെ പുറത്ത് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ അടുത്തൊരു ചെറിയ പാർക്കും ഉണ്ട്. ഒരു 6 കിലോമീറ്ററൊക്കെ പോകണോ, 5 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ പാർക്കും ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ജാംജും സൂപ്പർ മാർക്കറ്റും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോയി കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെയൊക്കെ പോവുകയപ്പോഴേ. നബിദിന പരിപാടി രാവിലെ കണ്ടു, അത് കഴിഞ്ഞ് അതിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്രയും പോവുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ട് കൂടെ. അപ്പോൾ ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. അങ്ങനെ ആകാശമൊക്കെ നല്ല ഭംഗി കാണാൻ കേട്ടോ. 2 സൈഡിലും മരങ്ങളും ഒക്കെ ആയിട്ട് ആകാശം തന്നെ കാണാൻ ഭംഗി. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാനിങ്ങനെ പോകുമ്പോൾ ഈ ആകാശം ഇങ്ങനെ നോക്കും, ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. നീലയും വെള്ളയും ആയിട്ട് ഇങ്ങനെ കളറ് കാണണം. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായിട്ട് അതിൻ്റെ പാർക്കാണ് ഈ കാണുന്നത്. റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. മേലാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണിത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ജാംജൂമിൻ്റെ മുന്നിലെത്തിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ പ്രകൃതി തന്നെ നല്ലൊരു ഭംഗി കേട്ടോ കാണാൻ. കുറേ കവുങ്ങുകൾ, മുകളിൽ പച്ചയും നീലയും ഏകദേശം അതുപോലത്തെ ഒരു കളറായിട്ടില്ല ആകാശം കേട്ടോ. അപ്പോൾ മോള് ഉറങ്ങിയെന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോളൊക്കെ ഉറക്കത്തുനിന്ന് എടുത്തിട്ട് അവൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച ആ ക്ഷീണത്തിൽ നല്ല കടന്നുറങ്ങിയതാണ്, എൻ്റെ വടിയിൽ കിടന്നിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ, അതിൻ്റെ ജാംജൂമിൻ്റെ മുമ്പിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചത് ചെയ്യുന്നാലും എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല. എന്നാലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറാനല്ലേ എഴുതിങ്ങാണ്ട് ഞങ്ങൾ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമായിരുന്നു. അപ്പോൾ എനിക്ക് മോൾക്കും ഒക്കെ ലൈം കിട്ടും. ലൈം പറഞ്ഞാൽ ഞങ്ങൾ 6 ആളില്ലേ, അപ്പോൾ ഞങ്ങൾ 3 ഈച്ച ലൈമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എന്നാൽ പകുതി മതി പറഞ്ഞങ്ങാണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് ചായയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. നല്ല ഭംഗി കേട്ടോ, നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. അവിടെ പോയപ്പോൾ ഭയങ്കര രസം, പറഞ്ഞറിയാക്കാൻ പറ്റാത്തൊരു രസം കേട്ടോ. അപ്പോൾ ഞങ്ങളെ ടേബിളൊക്കെ അയാൾ വന്നിട്ട് ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ആരോ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വേറെ ആരോ കുടിച്ച് വെച്ച് പോയ സ്ഥലമായിരുന്നു. അപ്പോൾ അയാൾ ക്ലീനാക്കി. അപ്പം മോൾക്ക് പിന്നെ ഞങ്ങൾക്കുള്ള ലൈം വന്നു കേട്ടോ. ലൈം വന്നു. മോൾക്ക് പിന്നെ 2ാമത്തെ മോള് നഗറ്റ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു, അത് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നഗറ്റ്സും വന്നു കേട്ടോ. നഗറ്റ്സും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതേമാതിരി ഹസ്ബൻഡ് ഒരു ചായക്കൊരു ഇലയിൽ പൊതിഞ്ഞൊരു കടിയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ചെറിയ മോൾക്ക് ഐഷുമോൾക്ക് ഇഷ്ടമായത് ഇതാണ്, നഗറ്റ്സ് ആണ് കേട്ടോ. അവൾക്ക് പിന്നെ അങ്ങനത്തെയൊക്കെയല്ല ഇഷ്ടം. ഹസ്ബൻഡിന് ഇങ്ങനത്തെ മധുര പലഹാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വാങ്ങിയ മധുര പലഹാരം. സേമിയ കിട്ടുങ്ങാണ്ടൊരു നല്ലൊരു മധുരം കേട്ടോ. പേരൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയോ? എനിക്കറിയില്ല കേട്ടോ. നട്ട്സും വണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ഞങ്ങളതൊക്കെ കുടിച്ചിട്ട് ലൈമൊക്കെ ഉണ്ടോ കുറേ ബാക്കിയായി. പിന്നെ ഞാനത് കുടിച്ച് തീർത്തു കേട്ടോ. അത് കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറാൻ വന്നു കേട്ടോ. മോൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ട്രോളി കിട്ടണം കേട്ടോ, അതിൽ കയറിയിരിക്കാൻ. അപ്പോൾ അതിലിരുന്നങ്ങാണ്ട് ഞങ്ങളങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നോക്കുന്ന സംഭവം ഇതാണ്, കോസ്മെറ്റിക് സാധനത്തിൻ്റെ ഒക്കെ എത്തിക്കേട്ടോ ആദ്യം പോവുക. ഞാൻ വാങ്ങൊന്നുമില്ല, എനിക്കെന്നാലും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടിട്ടില്ല നിങ്ങൾ? ഇത് നമ്മൾ ഓൺലൈനിലൊക്കെ കാണുമല്ലോ, സോപ്പ് കയ്യിൽ പതപ്പിക്കണേ, എവിടേക്കെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ സോപ്പ്. അതേമാതിരി ഓണക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നത്. പൂക്കളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകൾ കേട്ടോ. അതൊക്കെ വലിയ മുന്തിരിയാണ് കേട്ടോ. അപ്പം ഇതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിപ്പോയിട്ടോ. ആപ്പിളൊക്കെ ഗ്രീൻ ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ. അതേമാതിരി ടോയ്സ്, പാവക്കുട്ടികൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി കേട്ടോ. നല്ല ജീവനുള്ള പോലല്ലേ, നല്ല ഭംഗിയില്ലേ പാവക്കുട്ടികൾ കേട്ടോ. അതേമാതിരി ഇതൊക്കെ തൊടാൻ എന്തോ ഒരു സോഫ്റ്റാണെന്നറിയോ, അത്രക്കും സോഫ്റ്റ് കേട്ടോ. മോളിത് ഞാൻ കണ്ടപ്പോൾ മോള് ഞങ്ങളെ എടുത്തില്ലേ കേട്ടോ. മോള് കുറച്ച് വിട്ടേന്നു കേട്ടോ. പിന്നെ മോള് പല കൂടെയെന്ന് കേട്ടോ. ഞങ്ങളങ്ങനെ സൂപ്പർ മാർക്കറ്റ് കയറിയാൽ പലരും പല സ്ഥലത്ത് കൂടെ ഇങ്ങോട്ട് മാറും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇത് കാണാനുണ്ടാവുക, വാങ്ങാനുണ്ടാവുക. അപ്പോൾ അങ്ങനെ തിരിയും കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നേന്. പാവക്കുട്ടിയെ കണ്ട എന്തായാലും മോൾക്ക് ഇഷ്ടമാവുന്നില്ലത് എനിക്ക് ഉറപ്പേന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അവൾക്ക് വേണ്ടി വരുന്നില്ലത്. അപ്പം അത്രക്കും ഭംഗിയില്ല പാവക്കുട്ടികൾ കേട്ടോ. അങ്ങനെ ഇതാ മോളെത്തിട്ടോ. മോളതൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ അവൾക്ക് ഓരോന്ന് വേണം കേട്ടോ. ഇതാ സ്പൈഡർമാൻ്റെ ഇതുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഏതേതാ എടുക്കേണ്ടതെന്ന് അറിയില്ല, അത്രക്കും കളക്ഷനിലെ പാവക്കുട്ടികൾ കേട്ടോ. ചെറുതും വലുതുമായിട്ടൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഫ്ലവർ വേസുകൾ അതുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റുകളൊക്കെ ഞാൻ നോക്കി, എനിക്ക് പിന്നെ ആവശ്യമില്ലായിരുന്നു, അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. ഒക്കെ ഇങ്ങനെ നോക്കിപ്പോയിട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്. ശരിക്കും ഒറിജിനൽ പോലെ തോന്നുന്ന ഫ്ലവർ വേസുകളൊക്കെ കേട്ടോ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ശരിക്കും ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. അത്രക്കും ഭംഗിയിൽ ഇങ്ങനെ കിടക്കണം. അതേമാതിരി ഇങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം അവിടെ നോക്കി കണ്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അവിടുന്ന് ഇതൊക്കെ കുട്ടികളുടെ ടോയ്സ് ഇങ്ങനത്തെ ഒക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ, എല്ലാ സംഭവങ്ങളും. അപ്പോഴാണ് മോള് വന്നത് കേട്ടോ. മോള് വന്നപ്പോൾ മോൾക്ക് എല്ലാം വേണം, ഏതേതാ എടുക്കണ്ടേന്ന് അറിയണില്ല കേട്ടോ. എല്ലാ പാവക്കൂട്ടിനെയും എടുത്തങ്ങാണ്ട് ട്രോളിലേക്ക് ഇടുകയാണ്. അവൾക്ക് ഏതെടുക്കേണ്ടതെന്ന് അറിയില്ല, അത്രക്കും കൺഫ്യൂഷൻ കേട്ടോ. പിന്നെ അവൾക്ക് ഇഷ്ടം പോലെ പാവുണ്ട്. പാവ പുതിയത് വാങ്ങിയാൽ ഒരു ദിവസമൊക്കെ അത് നിൽക്കുള്ളൂ, 2 ദിവസമൊക്കെ. അത് കഴിഞ്ഞ് അവൾക്ക് അടുത്ത് കളിട്ട് അങ്ങനെ സോപ്പിട്ടും കണ്ട് അവിടെ തന്നെ വെച്ചും കണ്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഗൾഫിലായിരുന്നേ, 5 റിയാലും കടയല്ലേ, അവിടെയൊക്കെ ഇങ്ങനത്തെ ഇഷ്ടംപോലെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനത്തെ ആ ഒരു ഫീലാണ് വന്നപ്പോൾ കേട്ടോ. ഇതിനൊക്കെ പ്ലേറ്റുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒന്നിന് 5 റിയാൽ അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ പ്ലേറ്റിനൊക്കെ. പക്ഷെ എനിക്ക് ആ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ തോന്നിയത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഉള്ളിച്ചട്ടികൾ, കിണ്ടികൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഗൾഫിൽ നിന്ന് ഞങ്ങളെ വീട്ടിൽ കൊടുക്കുന്ന എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. അതേപോലെ സ്റ്റീലിൻ്റെ ഓരോ പാത്രങ്ങൾ, ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കറിപ്പാത്രം, ഉപ്പേരി വെക്കുന്ന പാത്രമൊക്കെ എടുത്തിട്ടോ. അതൊക്കെ അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ അന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സമയം വൈകുന്നേരമായിക്കണം കേട്ടോ. ഏകദേശം ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ഫ്രഷായിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ചെറിയ കുഞ്ഞി പാർക്ക് കേട്ടോ. കുഞ്ഞി പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ റൈഡുകളും എല്ലാം അതുള്ള പാർക്കാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചെറിയ കുട്ടിക്ക് 100 രൂപയാണ് കേട്ടോ, വലിയവർക്ക് 20 രൂപയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ചെറിയ കുട്ടിയായിട്ട് മോള് മാത്രമല്ല ഉള്ളത്. അപ്പോൾ അവൾ കയറിട്ടോ. അവൾ കയറി മാക്സിമം എൻജോയ് ചെയ്ത് എല്ലാത്തിലും കളിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് പോലും കയറാൻ പറ്റാത്തതിൽ ആ പിടിച്ച് കയറുന്നുണ്ടല്ലോ,
അതിലൊക്കെ മാക്സിമം ഓള് കയറി പിടിച്ചിങ്ങാണ്ട് ഓള് കയറി മുകളിലെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം എൻജോയ് ചെയ്ത് കണ്ടത്, അതൊക്കെ ഇഷ്ടമായി കണ്ടത്. 2-3 പ്രാവശ്യമാണ് ഇതിൽ അവൾ കളിച്ചിരിക്കുന്നത്, അത്രക്കും ഇഷ്ടമായിരിക്കണം. പിന്നെ അതേപോലെ ഓരോന്നിലും കുറേ കുട്ടികളുണ്ടായിരുന്നു, ഭയങ്കര തിരക്കുണ്ട്, വരി നിൽക്കുകയാണ് കേട്ടോ. വരി നിൽക്കുന്നതിൻ്റെ ബഹളങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒപ്പം കയറ്റി വിടൂല, അപ്പോൾ കുറേശ്ശെ കുട്ടികളാണ് കേട്ടോ കയറ്റി വിടുന്നത്. അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ. അവൾക്കാണെങ്കിൽ വേഗം പെട്ടെന്ന് ചാടി കയറി കളിക്കണം കേട്ടോ, അതിനുള്ളതാണ്. അപ്പോൾ കുറേശ്ശെ കുട്ടികളെ കയറ്റണം കേട്ടോ. അപ്പോൾ ഓളെന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിട്ടോ, കയറിങ്ങാണ്ട് ഫസ്റ്റ് തന്നെ ഓളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് നോക്കണം. കുറച്ച് നേരം അതിൽ ചാടിയിട്ട് പിന്നെ അതാ പിടിച്ച് കയറുകയാണ് കേട്ടോ. ഒരു പ്രാവശ്യം കയറിയിട്ട് ഓൾക്കൊള്ള കഴിഞ്ഞില്ല കേട്ടോ. കുറച്ചെത്തിയപ്പോൾ ഓൾ പിന്നെയും വലിയ കുട്ടികൾ കയറുന്നതാണ് കേട്ടോ സംഭവം. അത് മുതിർന്ന് താഴേക്ക് തന്നെ പോരും കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം അങ്ങനെ താഴേക്ക് പോയിട്ട് 3-ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഓള് അതിൻ്റെ മുകൾക്ക് എങ്ങനെയെങ്കിലും എത്ര വീണാലും ഓള് പരാജയപ്പെട്ടുങ്ങാണ്ട് പിന്മാറണില്ല കേട്ടോ. പിന്നെ ഓള് അതിൻ്റെ മുകൾക്ക് എങ്ങനെയെങ്കിലും കൊത്തിപ്പിടിച്ച് കയറുകയാണ് കേട്ടോ. അങ്ങനെ ഓള് 3-ാമത്തെ പ്രാവശ്യം അതിൻ്റെ മുകൾക്ക് എന്തായാലും കയറിട്ടോ, വിട്ട് കൊടുത്തില്ല ഓള് കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ അവൾ കയറാൻ ശ്രമിക്കുന്നത്. ചില കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, കയറാൻ ശ്രമിച്ചിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേറെ കളിക്ക് നോക്കൂലേ. പക്ഷെ ഓൾ അങ്ങനെയല്ല ചെയ്ത് കേട്ടോ. അത് എങ്ങനെയായാലും അതിന്മേന്ന് പിന്മാറണന്നല്ല, എങ്ങനെയും മോൾക്ക് ഞാൻ കയറുന്നില്ല വാശിയിലാണ് കയറുകയാണ് കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ താഴേക്ക് ഉതിർന്ന് വരുന്നത്. എന്നാലും ഓള് പരാജയപ്പെട്ടില്ല കേട്ടോ. ഓള് പിന്നെയും മോൾക്ക് എന്നെ കുത്തിപ്പിടിച്ച് കയറുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഓള് വിട്ട് കൊടുക്കാതെ മുകളിലേക്ക് എത്തിപ്പെട്ടു കേട്ടോ. ആ ഒരു സന്തോഷത്തിലാണ് ആ ചാടി കളിക്കണത് കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ മുകൾക്ക് കയറണ്, ഉതിർന്ന് പോരുന്ന്, അങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഐഷു ഇതാക്കണ ഇങ്ങനെ ഉതിർന്ന് പോരുകയാണ്. കുറേ കുട്ടികളോളം മുന്നിലുണ്ടായതുകൊണ്ട് അങ്ങനെ എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തങ്ങാണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ അവർ. ഒരേ പ്രായത്തിലുള്ള കുട്ടികളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കളിക്കല്ലേ, അപ്പോൾ ഭയങ്കര രസമായിക്കണേ. കുറേ മുകളിൽ ചാടി കളിക്കും. പിന്നെ ഇതിൽ കയറണമെങ്കിലും വരി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കുട്ടികളെ കയറ്റും, പിന്നെ അവർ ഒഴിവാക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യം ഇങ്ങനെ വരി നിൽക്കുകയാണ്. അപ്പോൾ 1-ാമത്തെ ഇതിൽ നിന്ന് കുറച്ച് കുട്ടികളെ ഇറക്കിയിട്ട് പിന്നെ 2-ാമത് കയറ്റിയാണ് കേട്ടോ. 2-ാമത് കയറ്റിയിട്ട് അവൾ പെട്ടിക്കണ്. അപ്പോൾ അങ്ങനെ ചാടിക്കളിക്കുക ഇതൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. നിങ്ങളെ കുട്ടികൾക്ക് ഇങ്ങനെ ചാടിക്കളിക്കുക ഇങ്ങനത്തെ സംഭവം ഇഷ്ടമാണോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചാടുമ്പോൾ അങ്ങനെ മറ്റേ കുട്ടികൾ പൊന്തും, അതേപോലെ വേറെ കുട്ടികൾ ചാടുമ്പോൾ ഇവൾ പൊന്തും, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇതുപോലത്തെ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അധികം പൈസ ഇല്ലല്ലോ, 100 രൂപ കൊടുത്താൽ എല്ലാത്തിലും കയറാം കേട്ടോ. അതേമാതിരി ഉള്ളിലേക്ക് കയറണമെങ്കിൽ വലിയവർക്ക് 20 രൂപയേ ഉള്ളൂ. കുറേ കുട്ടികളുണ്ടാകുമ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നുക, എന്നാലും നഷ്ടമല്ല കേട്ടോ. എല്ലാ കുട്ടികൾക്ക് എല്ലാത്തിലും കളിക്കാനും ഊഞ്ഞാലുകളുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു സൈസ് പുഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ഒരു സുഖമാണ്, രസമാണ് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു പാർക്ക് കേട്ടോ. സംഭവം കുഴപ്പമില്ല, ഷാറായിക്കുന്നു കേട്ടോ. എല്ലാ റൈഡുകളും ഉണ്ട്. അപ്പോൾ ഇതിലും മോള് കയറിയിട്ട് അവരെ തിരിക്കുന്നു കേട്ടോ, കയറിയ കുട്ടികളെ തിരിക്കുന്നു. അങ്ങനെ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്ത് കളിച്ചിട്ടോ മക്കൾ. തൂങ്ങിപ്പിടിച്ച് കയറുന്നതില്ല, തൂങ്ങിപ്പിടിച്ച് അങ്ങനെ അവിടെ വരെ എത്തുക, അങ്ങനത്തത്. പിന്നെ ബോളിൻ്റെത് മോള് പിന്നെയും കുറേ പ്രാവശ്യം വന്ന് കളിച്ചു. അതേപോലെ ഊഞ്ഞാലിയിലും കുറേ പ്രാവശ്യം ആടി. ഇത് ഒന്നൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊന്നേക്ക് ഇങ്ങനെ കയറുക, കഴിഞ്ഞാൽ മറ്റൊന്നേക്ക് അങ്ങനെ അവർ കളിച്ചും കൊണ്ട് നിൽക്കണം കേട്ടോ. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം,
ഞാൻ നല്ലോണം കുഴങ്ങിയിട്ട് അവരെ കൂടെ നടന്ന് പിന്നെ ഞാൻ അവിടെ പോയി കുറച്ച് സമയം ഇരുന്നു കേട്ടോ. അവരിനി കളിക്കട്ടെ, എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ, അവർ പുറത്തൊന്നും പോവില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തിരുന്നു കേട്ടോ. അങ്ങനെയുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് പോരാൻ പോതില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവളെ പിടിച്ച് വലിച്ചിങ്ങാണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോള് പറ്റ കുഴങ്ങിയത്, അപ്പോൾ ഐസ് വേണമെന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ് വാങ്ങാൻ വേണ്ടി ഫുഡ് കോർട്ടിൽ തന്നെ പോയിട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഐസ് ഉണ്ടോ നോക്കിട്ടോ. അപ്പോൾ മോൾക്ക് ഇഷ്ടമായിരിക്കണത് ഈ ചോക്കോ ബാറില്ലേ, അങ്ങനത്തെ ഐസ് വേണമെന്ന് പറഞ്ഞു കണക്കിയിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഐസ്ക്രീമുകളൊന്നും അവൾക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ അവൾ ചോക്കോ ബാർമൊക്കെ ഇങ്ങനെ ഏതാ വേണ്ടത് സെലക്ട് ചെയ്ത് നിന്നപ്പോഴാണ് അപ്പുറത്തെ ഭാഗത്ത് പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഭാഗത്തുണ്ട്, ഒരു സൈഡിൽ സ്കൂപ്സോ മാരിക്കില്ലേ ചില്ലിബി പറഞ്ഞൊരു ഐസ്ക്രീം കേട്ടോ, ഐസ്. അപ്പോൾ അത് മതി, അതെല്ലാവർക്കും ഇഷ്ടമായിട്ട്. അപ്പോൾ എന്തെല്ലാവരും വാങ്ങിയിട്ടോ. അപ്പോൾ അതിന് 20 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ പല ഫ്ലേവറുമായിട്ട് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയിട്ട് മോൾക്ക് ജീൻസിൻ്റെ പാൻറ്റ് വേണമെന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സ് കയറിട്ടോ. അപ്പോൾ ട്രെൻഡ്സ് കയറിങ്ങാണ്ട് ഇങ്ങനെ എന്തായാലും കയറിയതല്ല, അപ്പോൾ എല്ലാവരും നോക്കിയിട്ടോ, ലേഡീസിൻ്റെ ഭാഗവും കുട്ടികളെ ഭാഗവും അതേപോലെ എല്ലാതും നോക്കിയിട്ട്. അപ്പോൾ മോൾക്കൊരു പാൻറ്റ് കണ്ടു, അതിങ്ങനെ നോക്കി നോക്കുമ്പോൾ വലിയൊരു രസമായിട്ട് തോന്നിയില്ല കേട്ടോ, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ അവൾക്കത് വേണ്ട പറഞ്ഞു. അങ്ങനെ ഓള് പിന്നെയും തന്നെ നല്ലതുണ്ടോ നോക്കിയിട്ട് അവൾക്ക് ജീൻസ് മോഡലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതവിടെ കളർ ചെയ്യണം, മുടി കളർ ചെയ്യണതും അങ്ങനത്തെ കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് കുട്ടികളെ കിഡ്സിൻ്റെ അതൊക്കെ കണ്ടു കേട്ടോ. അവിടേക്ക് എന്തായാലും കയറിയതല്ല, നോക്കിയിട്ട് പോയത്. പിന്നെ കുർത്തീസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ മോൾക്കവിടെ പറ്റിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താട്ടി അതിൻ്റെ തൊട്ടടുത്തുള്ള വേറെ ഷോപ്പ് കയറി കേട്ടോ. ചുരിദാറും എല്ലാ ഐറ്റംസും ഉള്ള ഷോപ്പില്ലേ, അതിൽ കയറി. അപ്പോൾ മോൾക്കൊരു പ്രതിമ ഉണ്ട് കേട്ടോ. അപ്പോൾ മോളെ അതിൻ്റെ ഷാളൊക്കെ നല്ല ശരിക്കും ഇട്ടെടുത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിക്കണേ. അപ്പോൾ അതേപോലെ നല്ല ഭംഗിയുള്ളൊരു പാവക്കുട്ടി കേട്ടോ. കണ്ടാൽ ഞാൻ നോക്കി നിൽക്കാൻ തോന്നണം അങ്ങനത്തെ പാവക്കുട്ടീനെ കണ്ടു കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് എടുക്കാൻ മോളിനോട് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാനത് എടുത്തു കൊടുത്തില്ല കേട്ടോ, അത് കേട് വരുത്താമെന്ന് കരുതിയിട്ട്. അതേമാതിരി റണ്ണിങ് ക്ലോത്ത്സ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഞാനതെല്ലാം നോക്കി, എനിക്ക് പിന്നെ ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കളക്ഷനുള്ളൊരു കട അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കുള്ള ജീൻസിൻ്റെ ഫാൻറ്റ് അവിടെ നിന്നാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി കേട്ടോ. അതിൻ്റെ ഹോട്ടലാണ് കേട്ടോ. അവിടെ കയറിയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. അങ്ങനെ വണ്ടിക്ക് പാർക്ക് ചെയ്ത് അവിടെ കയറിയിരുന്നു. ഏതായാലും വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. സീറ്റൊക്കെ കിട്ടി, കുറച്ച് സമയം നിന്നതിന് ശേഷം സീറ്റ് കിട്ടി കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇക്കാരം ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതാ ആദ്യം പ്ലേറ്റും ഇതുപോലെ സോസുകളൊക്കെ വെച്ചിട്ടാണ് പ്ലേറ്റ് ഇടുന്നത് കേട്ടോ. സാധാരണ എല്ലാവരും പ്ലേറ്റ് മാത്രമല്ല കൊണ്ടുവന്നുതരാം, ഇത് സോസുകളൊക്കെ വെച്ചിട്ട് പ്ലേറ്റ് ഇടുന്നുണ്ട്. ആ പൊറാട്ടയൊക്കെ ലൈവായിട്ട് ചുടുന്നത് അവിടെ നിന്ന് കാണാം കേട്ടോ. അതിൻ്റെ പുക വരുന്നത് കൊണ്ടാണ് ലൈറ്റ് കൊണ്ട് എന്താ അറിയില്ല, ശരിക്കും എനിക്ക് വീഡിയോയിൽ കാണില്ല കേട്ടോ. അതേമാതിരി ഞങ്ങളെ ഫുഡൊക്കെ വന്നിട്ട് ഞങ്ങൾ റൈസും ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് തിരക്കുള്ളത് കൊണ്ടാണ് തോന്നുന്നു റൈസ് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനെ ഞങ്ങൾ ഇതാ നല്ല പിന്നെ എന്താ പറയുക, നല്ല ഗ്രേവി ഉള്ള ഷവായാണ് കേട്ടോ. അപ്പോൾ മോക്കൊരു ലെഗ് പീസ് കൊടുത്തു കേട്ടോ. അതേമാതിരി ഇതാ ഞങ്ങൾ കുബൂസും കൂട്ടിയിട്ടാണ് കഴിക്കണത്. ഞങ്ങൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തോന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചിട്ടോ. അത് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് റൈസ് വരാൻ നേരം വൈകുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പൊറാട്ടയും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. പൊറാട്ടയും കൂടിയും കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിച്ചാൽ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി കേട്ടോ. ബില്ല് അധികമൊന്നും വന്നിട്ടില്ല കേട്ടോ. ആകെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടും 600 സംതിങ് ഉള്ളു വന്നിട്ട് കേട്ടോ. അപ്പോൾ ഒരു പാകത്തെ ബില്ലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് മടങ്ങിയിട്ട് എന്തായാലും ഇന്നത്തെ ദിവസം നല്ല എൻജോയ് ചെയ്തു കേട്ടോ. പാർക്കും ഇതൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ഒരു എന്താ പറയുക, അത്രക്കും ഉഷാറായിട്ടുള്ളൊരു യാത്ര ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കുന്നുണ്ടോ ഷവായ ഉണ്ടാക്കണത്. അങ്ങനെ അവിടെ നിന്ന് മോള് പോന്നപ്പോൾ മോള് ഒരു ഡോറിറ്റോസും വാങ്ങിട്ടോ. അതും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയ മോൾക്ക് സ്ലൈം, അങ്ങനെ ഇതാ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിരിക്കണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പം
ഓക്കെ, ബൈ ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ടു.